ചേട്ടാ എന്താ എന്റെ മീൻ വെച്ച് സുബിച്ചേട്ടൻ കണ്ട് കണ്ണൻ ചേട്ടാ സുബിച്ചേട്ടൻ കുറച്ചുള്ളൂ ബാക്കി വീട്ടിലാ നമുക്ക് നാളെ കളിക്കാം മതി പിന്നെ നീ ആരോടും പറയാൻ നിൽക്കണേട്ടാ ശരി പോട്ടണ്ണ എടാ ഉണ്ണി പിന്നെ ഉമ്മോച്ച എന്തായാലും കുട്ടികളുണ്ടാവൂട്ടാ പോടേ കണ്ണൻ ചേട്ടാ ശരിക്കും കുട്ടിണ്ടാവോ നീ എന്തിനും ഉമ്മയ്ക്കാൻ പോയത് ഇത് ശരിയാവൂടാ പിന്നെ വേണ്ട പെട്രോൾ കണ്ടവരെ ചടാനുണ്ടായിരുന്നു നീ ഇത് നശിപ്പിക്കോ നീ ഓടിച്ച് നശിപ്പിച്ചല്ലേ വണ്ടി ശരിയാക്കണ്ടോ മഞ്ജുലേട്ടോ വണ്ടിയൊക്കെ ശരിയാക്കാറിയോ പിന്നെന്താ വണ്ടി ഉണ്ടാക്കലടാ നമ്മള് നിങ്ങളിത് എവിടുന്നാടാ ഈ വഴി അത് ശരിയാണല്ലോ ചാട്ടാ നിങ്ങളവിടെ പോയെന്ന് പറഞ്ഞേ കവലില്ലേ അവിടെ സൈക്കിളിന്റെ വട്ടില്ലേ ഈ വഴി ഉണ്ടല്ലേ നല്ലോണം നല്ല ആൾക്കാരാ എന്നാ വിട്ടാലോ അയ്യോ ടീച്ചർ അതിന് നീ എന്തിനാ പഠിക്കണേ മാഷിന്റെ ടീച്ചറൊക്കെ അവിടെ സ്കൂളില് നീ ധൈര്യമായിട്ടിരിക്കണോ ഇവരൊക്കെയായിട്ടാണ് കൂട്ട് ഇവിടെ ഇരിക്കാണ്ട് വീട്ടിൽ പോകാൻ നോക്കി രണ്ടാളും ടീച്ചർ പറഞ്ഞില്ലേ നേരെ വൈകാണ്ട് വീട്ടിൽ മഞ്ജുലേട്ടോ ഓ സംശയം ചോദിച്ചോട്ടെ നീ ചോദിക്കടാ നീ നമ്മുടെ ഭാവി കണ്ടുപിടുത്തക്കാരനല്ലേ ഉമ്മച്ച കുട്ടിണ്ടാവോ ഭയങ്കര സംശയമാണല്ലോടാ ഉമ്മയാ ഞാനൊക്കെ എപ്പോഴും ഈശ്വര സത്യം പറഞ്ഞേ നീ ആരെങ്കിലും ഉമ്മ വെച്ചാ പറഞ്ഞാണ് ആര് പറഞ്ഞു സുബി സുബി അവൻ പറഞ്ഞ പിന്നെ കുഴപ്പമില്ല ഒരു ഉമ്മ വെച്ചാ കുഴപ്പമില്ല ഒന്ന് കൂടുതൽ വെച്ചാ കുറച്ച് പ്രശ്നം ശരിക്കും ഉമ്മച്ച കുട്ടി ഉണ്ടാവോ അതെനിക്ക് അറിയില്ലല്ലേ ഞാൻ പത്തിത്തോറ്റാണ് ആ ഉണ്ണിയാ ഉമ്മച്ചിട്ടുണ്ട് ഉറപ്പല്ലേ എന്ത് പറ്റി മുഖത്തിനൊരു വാട്ടം ആരെങ്കിലും ആയിട്ട് തല്ലുകൂടിയാ തള്ളൊന്നും ഞാൻ പിടിച്ചിട്ടില്ല പിന്നെന്തേ ഒന്നുമില്ല പിന്നെ നാളെ ഞാൻ സ്കൂളിൽ പോണില്ല എന്താണ് നാളെ പോവാത്തത് പോണില്ല കുറുമ്പ് കാട്ടിയാ ഒന്നില്ലേ അവന്റെ മാമന്റെ പൂരത്തിനോണ് ഞാൻ ഒറ്റയ്ക്കുണ്ടച്ചമ്മ അതിനിപ്പോ എന്താണ് അവനുണ്ടായിട്ടാണോ നീ ഇത്ര നാള് സ്കൂളിൽ പോയിരുന്നത് അതെ അച്ഛന്റെ ഭാര്യ ആവാൻ പോവുകയാണോ എന്ത് നോക്കിയാലും ഇതിൽ അച്ഛനെ പറയണേ പിന്നല്ലാണ്ട് പിന്നെ എന്തെന്ന് പറയണം ഞാൻ ക്ലാസ്സിലൊന്നും പോണല്ലോ പിന്നെ ഞാൻ പോയെന്ന് ഒറ്റക്ക് തിന്നെ കളി അല്ല കഥ നീ ഇത് നശിപ്പിക്കണ്ടോ ഇപ്പൊ നല്ല രസമുണ്ട് നല്ല സുന്ദരനായിട്ട് ഇതിനിറക്കം കുറവേ ഉള്ളൂ ഇതാ കളർ നോക്ക് നല്ല രസമുണ്ട് ഇത് നല്ലടാ നിങ്ങളെല്ലാരും നോക്കും നോക്കോ പൂരത്തിന് പോയില്ലേ കണ്ണൻ ചേട്ടാ ഞാനേ ഇന്ന് മാമന്റെ അവിടെ പൂരത്തിന് പോകട്ടാ കണ്ണൻ ചേട്ടനും കൂടി പൂരത്തിന് കൊണ്ടായിരുന്നു അല്ലേ വേറെ വഴിക്ക് പൊക്കൂടെ ഉണ്ണില്ലേ എന്താ വകറ്
ഞാനേ ഡബിൾ വയ്ക്കാൻ പഠിച്ച് കാണിച്ചു തരാം. എടാ ഞാനും പഠിച്ച്. ഞാൻ നിന്നെ വെച്ചൊന്ന് ഡബിൾ വെച്ചോട്ടെ. അത് വേണ്ട, ഞാൻ ഓടിക്കാം. നിനക്കെന്നെ വെച്ച് ഓടിക്കാനൊന്നും പറ്റില്ല. ഞാനേ ഭയങ്കര ശക്തിമാനാ. വാ കയറ്. നോക്കട്ടാ. നിനക്ക് അയ്യേ ബാഗിലെ പാത്രം ലീക്ക് അടിച്ച്. ഇനി ലീക്ക് അടിക്കില്ല, ചൂടാറാത്ത പാത്ര. പോത്തിറച്ചിയാ? അയ്യോ പൊളു. ഉരുളക്കിഴങ്ങറില്ലടാ. ഉരുളക്കിഴങ്ങിട്ട പോത്തിറച്ചിയാടാ മണ്ട. പിടിച്ചിരുന്നോട്ടാ, സ്പീഡ് ചവിട്ടാൻ പോവാ. പെട്ടെന്ന് എത്തിക്കണം. ഒരു ബൾബ് ഇട്ടാൻ പറഞ്ഞത് ഇങ്ങനെ ഇട്ടരല്ല. ഒരു സഹായത്തിന് വിളിച്ചിട്ട് ഉപദ്രവല്ലേ വിജയ്? ഒരു ബൾബ് ഇടാറില്ല. പിന്നെ നീ എന്തുട്ടാ ഇലക്ട്രീഷനാടാ? നല്ല പണിയാണ്, പണിക്കാരനാണ്. നല്ല പണിയാ. ഒരു തേങ്ങ അറിയില്ല. അല്ലൊടുക്ക് കയറ്റിക്ക് പറഞ്ഞ ടീച്ചറല്ലേ? അവര് ബെഞ്ചിലൊന്നും അല്ല പോണേ. ആ സുന്ദരി ടീച്ചറല്ലേ? കണക്കാ കാര്യമില്ല. ഇതിപ്പോ എന്താ ചെയ്യണ്ടേ? പെറുക്കണ്ടേ? കുട്ടാ, എന്ത് ഈ കത്താത്ത നിന്റെ അച്ഛന്റെ പ്രായമുള്ള ബൾബ് പൊട്ടേനാണോ? നീ ടീച്ചറിന്റെ മുമ്പിൽ ആളായത് വേണ്ടട്ടോ. ബിജു പാർക്കട അങ്ങട്. ഭംഗി വിരിഞ്ഞതാണേ മാവേലിപ്പാട്ടിന്റെ താളത്തിൽ മേളത്തിൽ ഫാത്തിമല്ലേ? മണിമാണിക്കം പോലുള്ള ഫാത്തിമേ, നിനക്ക് പാടിക്കൂടെ? ദൈവമൊക്കെ പറഞ്ഞല്ലോ. രമയുടെ വീട്ടിലേക്ക് നന്നായിട്ട് പാടിയല്ല. പിന്നെന്താ? അത് പിന്നെ ദേവുന് സ്റ്റേജിൽ കയറാൻ പേടിയില്ല. അയ്യേ, നിനക്ക് പേടിയാണോ? അത് തന്നെ, നിനക്ക് പേടിയാണ്. പതുക്കെ ഗാനമേള. ഞാൻ നിന്നോട് ചോദിച്ചേ, നിനക്ക് ഈ ബിബി സുഭിഷ്ണൊപ്പം കളിക്കാൻ പേടിയാണോടാ? അതെ, ഇവിടെ നിന്ന് സംസാരിക്കാൻ പാടില്ല. അങ്ങോട്ട് പോയേ. ഓ പിന്നെ വാടാ, നിന്റെ നാളെ കൊറേ എന്താ സംഘാണോ? കൊള്ളാലോ. ദേവിക്കണ്ടല്ലോ. ഭയങ്കര കളിയാണല്ലോ. വിശപ്പൊന്നും ഇല്ല ഇന്ന്. തെറ്റിച്ച് അമ്മക്ക് ചോറന്ന്. എനിക്ക് അച്ഛൻ 4 മണിക്കൊന്നും തന്നില്ല. കഴിച്ചോടാ. അവല ഇത് ശർക്കര നാളേരൊക്കെ ഇട്ട് നല്ലാടാ. രാത്രി അവലാണോ തിന്നണമ്മ? മോനെ അരി തീർന്നൂടാ. അമ്മ കടയിൽ നിന്ന് വന്നപ്പോഴാ കാണണേ. നമുക്ക് നാളെ വാങ്ങിക്കാടാ കണ്ണ. അച്ഛമ്മരെ കൊണ്ടൊന്നും മേടിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ കാശൊന്നും ഞാൻ പോയി മേടിക്കൂലേ? എന്റെ കണ്ണ, അച്ഛമ്മ വയ്യാണ്ടപ്പുറത്ത് കിടക്കുക. അച്ഛമ്മക്ക് എന്തോ ചായ? എന്ത് വയ്യായാന്നോ? നീ പനിവരം കള്ളപ്രാർത്ഥന പ്രാർത്ഥിച്ചില്ലേ? ആ വയ്യായിപ്പോ അച്ഛമ്മയ്ക്കാ വന്നിരിക്കണേ. അച്ഛമ്മയുടെ അപ്പുറത്തുണ്ട്. കഴിക്കടാ മോനെ. എടാ കഴിച്ചിട്ട് പോടാ. എനിക്കൊന്നും വേണ്ടാവില്ലേ? തൊടണ്ട, പൊയ്ക്ക, പകരൂ. അച്ഛനക്ക് അയ്യ. മഞ്ജുളോട്ടൊരു പാമ്പുണ്ടായിരുന്നല്ലോ, അതവിടെ പോയി. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പൊക്കോ. ഇന്നച്ചമ്മ ഇത് ചാച്ചാ മതി, പെട്ടെന്ന് പനി പോവും. വല്ലതും കഴിച്ച? ഞാൻ തിന്നോളാം. നീ ഇത് കഴിച്ചേ. അതാ അമ്മ ഈ തുണി വീണ്ടും നനച്ചിരുന്നാ? വേണ്ട, വെള്ളം കൊടുത്താ. വന്നാ? ഇതേ നോക്കിയേ, മാമ വാങ്ങിച്ചതാ പോലീസ് ബൈക്കാ. ലൈറ്റ് ഉണ്ട് കണ്ടാ? ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അണ്ടർടേക്കറിന്റെ അവന് ഇതിലെ വരാ. ഇടിക്കാരനാടാ. അവന്റെ അനിയനുണ്ട്. അവന്റെ മുഖത്തെ ആശ്രയിച്ചു. അതന്നെ മോമുടി ചേരാ. രണ്ടുപേരും അടിച്ചു പൊരിഞ്ഞിടിയ മോനെ. ഇത് കണ്ണൊക്കെ എങ്ങനെ അറിയാ? അതൊക്കെ അറിയാടാ. വിനുവിന്റെ ഉള്ളുണ്ട്. ആ ചിരിയും ജലജൊക്കെ കാണാറുണ്ട്. നല്ല രസാ. പക്ഷേ മാമൻ പറഞ്ഞേ ഇതേ പോലീസ് ബൈക്കാണെന്ന്. നോട്ടെ. യാത്ര ആടാ അവല് യാത്ര കഴിഞ്ഞാലേ വയറിനൊക്കെ നല്ല മസിലായിരിക്കും. നല്ല ചത്തിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനൊന്നില്ല. പക്ഷേ മാമൻ്റെ കോഴിയിറച്ചിയായിരുന്നു. വൈദ്യുതി തീരെ സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ നാളെ തുടങ്ങി തിന്നു തുടങ്ങാം. നീ എന്ന് നിന്നിട്ടാ